നമ്മളിപ്പോൾ 2016 മുതൽ ഇതേവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ആ ശപിക്കപ്പെട്ട നാളുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. കടുത്ത നിരാശ ആളുകളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ നാടായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നാൽ മതിയോ? ഇവിടെ ഇനിയും നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുണ്ട്. ആധുനിക ലോകത്ത് ലോകം സമ്പാദിക്കുന്ന ഒട്ടേറെ വിജ്ഞാനങ്ങളുണ്ട്. ആ വിവിധ വിജ്ഞാന ശാഖകളാകെ നമുക്ക് ശരിയായ രീതിയിൽ സ്വാംശീകരിക്കാനാവണം. അങ്ങനെ നമ്മുടെ കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നുമല്ല ഞാനിപ്പോൾ പോകുന്നത്. പക്ഷേ ഒരു നാടിൻ്റെ മാറ്റം അവിടുത്തെ വിദ്യാഭ്യാസ രംഗം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഒരുക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ 2016 വിദ്യാഭ്യാസ മേഖല നേരിട്ട ദുരന്തം ചെറുതായിരുന്നില്ലല്ലോ. ലക്ഷക്കണക്കിന് കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. ഒരുപാട് സ്കൂളുകളായിരുന്നു അടഞ്ഞു പോകുന്നത്. സ്കൂളുകൾ വലിയ തോതിൽ അടഞ്ഞു പോകുമായിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി അതെല്ലാം മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖല എടുത്താൽ കേരളം നമ്പർ 1 എന്ന് ആര് പറയുന്നു? നീതി ആയോഗ് പറയുന്നു. അതാണ് വസ്തുത. ആ നിലയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ നടപടികൾ നാം സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള പുരോഗതി വരുന്നു. 2016 അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ, LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ ആകെ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്താൽ ഒരു 100-ന് അപ്പുറത്തുള്ള നമ്പറിലായിരുന്നു. 100-ന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്താണ് വന്ന മാറ്റമെന്ന് കാണിക്കാനാണ് ഞാനിത് പറയുന്നത്. അതിൽ നല്ല ഇടപെടൽ പൊതുവെ ഉണ്ടായി. അതിൽ എന്താണ് നാം ലക്ഷ്യം വെക്കുന്നത് എന്നത് പരസ്യമായി പ്രഖ്യാപിച്ചു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക, ഇതാണ് നാം ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നമുക്ക് സ്വപ്നം കാണാൻ നേരത്തെ കഴിയാതിരുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്ന NAC അക്രഡിറ്റേഷനിൽ നമ്മുടെ 8 യൂണിവേഴ്സിറ്റികൾ വന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കോളേജുകൾ നല്ല രീതിയിലുള്ള സ്ഥാനം കരസ്ഥമാക്കുന്നു. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും A++ നേടിയിരിക്കുന്നു. നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയും കാലടി യൂണിവേഴ്സിറ്റിയും A+ നേടിയിരിക്കുന്നു. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ ഒരു പട്ടികയായി അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന രീതിയുണ്ട്. അതിന് ആ ഗ്രേഡിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി 8ാം ഗ്രേഡിൽ നിൽക്കുന്നു, 9ാം ഗ്രേഡിൽ നിൽക്കുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10ാം ഗ്രേഡിൽ നിൽക്കുന്നു. ഗാന്ധിജി യൂണിവേഴ്സിറ്റി 11ാം ഗ്രേഡിൽ നിൽക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ൽ നിൽക്കുന്നു. ഇതൊന്നും നേരത്തെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ ഇന്ത്യയിലെ
പ്രശസ്തമായ 100 കോളേജുകൾ. ആ 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. ആ 16-ൽ 4 എണ്ണം സർക്കാർ കോളേജുകളാണ്. ആ 4-ൽ 1 നിങ്ങളുടേതാണ്, ഇവിടുത്തെ വിക്ടോറിയ കോളേജാണ്. മാറ്റം എങ്ങനെയൊക്കെ വരുന്നു എന്നാണ് നാം കാണേണ്ടത്. രാജ്യത്തെ 300 പ്രധാന കോളേജുകൾ എടുത്താൽ അവയിൽ 4-ൽ 1 കേരളത്തിൽ നിന്നുള്ളവയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറിയിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ ഭാഗമായി വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം ഈ അക്കാദമിക് മികവ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരാനും പഠിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഹോസ്റ്റലുകൾ അതിനനുസരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ളതായി മാറണം. നമ്മുടെ ലൈബ്രറികൾ, നമ്മുടെ കോളേജ് ലാബുകൾ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം അതനുസരിച്ച് മാറുന്നു. വലിയ മാറ്റം ഈ രംഗത്തുണ്ടാകുന്നു. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഈ മാറ്റം നമ്മുടെ നാടിൻ്റെ പൊതുവായ മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. LDF 2016-ൽ അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ ഇത്തരം ഒരു സംഭവം നടക്കുമായിരുന്നോ?